മഹാന്മാരെ ഇമാമിങ്ങൾ പറയുമല്ലോ, ഒരു കുട്ടി 7 വയസ്സാകുമ്പോൾ വലിയ പാഠങ്ങളാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ 7 വയസ്സാകുന്ന സമയത്ത് സാധാരണ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന വാക്ക് അത് പ്രൈമറി സ്റ്റേജ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മയെ അറിയാൻ കഴിയുന്ന, സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയുന്ന, നമുക്ക് ലാളിക്കാൻ കഴിയുന്ന, അവരോടൊപ്പം സമയം ചിലവിടാൻ കഴിയുന്ന മനോഹരമായ സമയമാണ്. ലാഇബുഹും സബ്അ. അതുകൊണ്ട് അവരോടൊപ്പം 7 വയസ്സ് വരെ കളിക്കണമെന്നാണ്. വഅദ്ദിബുഹും സബ്അ. അത് കഴിഞ്ഞുള്ള 7 വയസ്സുണ്ട്, 7 മുതൽ 14 വരെയുള്ള സമയമാണ്. ആ സമയത്ത് അവർക്ക് നാം കൊടുക്കേണ്ടത് കൃത്യമായ മെഡിറ്റേഷനും കൃത്യമായ അദബുമാണ്. പാലിക്കപ്പെടേണ്ട മര്യാദകളെ, വീടിന്റെ അകത്തെങ്ങനെ, കുടുംബത്തിനകത്തെങ്ങനെ, സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെ, പിതാവിനോട് എങ്ങനെ, മാതാവിനോടെങ്ങനെ, മദ്രസയിൽ അധ്യാപകനോടെങ്ങനെ, ഗുരുക്കന്മാരോടെങ്ങനെ, പാഠ്യവിഷയങ്ങളോടെങ്ങനെ, ആ നിലക്കുള്ള മനോഹരമായ അദബും മനോഹരമായ സംസ്കരണവും നടക്കേണ്ട പ്രായം 7 മുതൽ 14 വരെയുള്ള പ്രായമാണ്. അതിനെ നാം പറയുന്നത് കോൺക്രീറ്റ് സ്റ്റേജ് എന്നാണ്. ആ സമയത്ത് കൊടുക്കുന്ന ഏതൊരു അറിവും പിന്നീട് ഉറച്ചതാണ്. ആ 7 കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ലാത്തിടത്ത്, മദ്രസ സംവിധാനം കാര്യക്ഷമമാകാതിടത്താൻ പിന്നീട് ഏറെ ആശങ്കകളിലേക്ക്, ഏറെ ദുഃഖങ്ങളിലേക്ക് നാം ചെന്ന് വീഴുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ സമയം വറാഖിബുഹു സബ്ആനാൻ എന്ന് പറഞ്ഞാൽ, വീട് കഴിഞ്ഞു, നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ കഴിഞ്ഞു, പിന്നീടുള്ള 14 മുതൽ 21 വരെയുള്ള വയസ്സ് അവൻ സമൂഹത്തിലേക്ക്, നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങേണ്ട സമയമാണ്. പരിചയമില്ലാത്ത സ്ഥാപനങ്ങൾ, വിശാലമായ സമൂഹത്തിന്റെ ചുറ്റുപാടുകൾ, അതിന്റെ സ്വഭാവ രീതികൾ, അവിടെ ഉണ്ടാകുന്ന ചർച്ചകൾ, ആ വിഷയങ്ങളിലെല്ലാം സമൂഹത്തിന്റെ ബെസ്റ്റ് ഹ്യൂമനായി, ഏറ്റവും നല്ലൊരു സിറ്റിസണായി അവൻ അങ്ങനെ വർത്തിക്കപ്പെടേണ്ട സമയമാണ്. അതിനെയാണ് റാഖിബുഹും സബ്അ എന്ന് പറയുക. ആ 14 മുതൽ 21 വരെ വയസ്സുള്ള സമയമാണ്. സൂപ്പർ ഹ്യൂമൻ ടൈം എന്ന് പറയുന്ന, മക്കൾക്ക് എവിടെ വേണമെങ്കിലും എത്താൻ കഴിയുന്ന, ഏത് വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്ന, തന്നെ ഏത് വലിയ സ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന, മനോഹരമായ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും തിരിച്ചറിവിന്റെയും സൂപ്പർ ഹ്യൂമൻ ആവുന്ന ഒരു മനോഹരമായ കാലഘട്ടമാണ്. പിന്നീട് മഹാന്മാർ പറയുന്നുണ്ട്, പിന്നെ ആ കുഞ്ഞിനെ നാം എന്താണ് ചെയ്യേണ്ടത്? 21 വയസ്സായ കുട്ടിയെ പിന്നെ അവന്റെ ഇഷ്ടത്തിനാണ് സഞ്ചരിക്കാൻ കൊടുക്കുക എന്നാണ്. ഏത് 1 മുതൽ 7 വരെയും, 7 മുതൽ 14 വരെയും, 14 മുതൽ 21 വരെയും ഈ പറഞ്ഞ മനോഹരമായ സംവിധാനത്തിൽ കോർത്തെടുക്കുന്ന ഒരു കുട്ടിയെ, ഒരു മകനെ പിന്നീടുള്ള സമയത്ത് വെറുതെ വിട്ടാലും അവനങ്ങനെ സ്വാലിഹായി തന്നെ വളരുമെന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.